أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. حمدا كثيرا طيبا مباركا فيه. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي كلة خيرتي أدركني يا رسول الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه. أما بعد والعاقبة للمتقين. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, വാത്സല്യനിധികളായ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പരിശുദ്ധമായ ഈ ദിവസത്തിൻ്റെയും ഈ മാസത്തിൻ്റെയും ഹക്ക് ജാവ് ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ ദോഷങ്ങൾ അല്ലാഹു പുറത്തു തരുമാറാവട്ടെ. മൺമറഞ്ഞു പോയ മഹാന്മാരുടെ ഹക്ക് ജാവ് ബർക്കത്ത് കൊണ്ട് നമ്മുടെ ദോഷങ്ങളും പാപങ്ങളും അല്ലാഹു പുറത്തു തരുമാറാവട്ടെ. ഹലാലായ ഉദ്ദേശങ്ങൾ, മുറാദുകളൊക്കെ അല്ലാഹു പൂർത്തിയാക്കി തരുമാറാവട്ടെ. മുത്തുമുഅ്മിനീങ്ങളെ, ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ ഹലാലായ ഉദ്ദേശങ്ങൾ, മുറാദുകൾ അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്. അവിടെ കടങ്ങൾ വീട്ടുവാനുള്ള വഴികൾ അല്ലാഹു തുറന്നു തരുമാറാവട്ടെ. അതുപോലെ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് പലരും. അവിടെ രോഗങ്ങൾക്ക് അല്ലാഹു ശിഫാഹ് നൽകുമാറാവട്ടെ. മക്കളില്ലാത്തവർക്ക് സ്വാലിഹത്തായ മക്കളെ അല്ലാഹു നൽകുമാറാവട്ടെ. ഉള്ള മക്കൾ അല്ലാഹു സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ചേർത്ത് തരുമാറാവട്ടെ. വിവാഹപ്രായമെത്തിയ യുവതികൾ, യുവാക്കന്മാർ, അവർക്ക് അനുയോജ്യമായ ഇണകളെ അല്ലാഹു നൽകുമാറാവട്ടെ. വിദേശത്തും സ്വദേശത്തുമായി ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. കൃഷി ചെയ്യുന്നവരുണ്ട്, വാഹനം ഓടിക്കുന്നവരുണ്ട്. അവരൊക്കെ ജോലിയിൽ, പ്രവൃത്തിയിലൊക്കെ അല്ലാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് അസ്മാഉൽ ഹുസ്നയിലെ മറ്റു 2 ഇസ്മുകളെക്കുറിച്ചാണ്. ഏതാണ് ആ 2 ഇസ്മുകൾ? അത് ചൊല്ലിയാലുള്ള നേട്ടം എന്താണ്? അത് എത്രണ്ണം വീതം ചൊല്ലണം? ഏതെല്ലാം സമയത്താണ് ചൊല്ലേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഇത് ചൊല്ലുന്നവരുടെ ഉദ്ദേശങ്ങൾ എന്താണെങ്കിലും അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കുമാറാവട്ടെ. ഈ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. വീഡിയോസ് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക. ഇൻഷാ അല്ലാഹ്. എന്നാലും ഞാൻ കണ്ടൊരറിവ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ, ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങളാണ്. ഒരുപാട് ഏടുകളിലൊക്കെ ഉള്ള അള്ളാഹുവിൻ്റെ ഇസ്മുകളാണ്. അതിൻ്റെ മഹത്വത്തെയും അത് ചൊല്ലേണ്ട രീതികളും ഒക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്. ഒരുപാട് പണ്ഡിതന്മാർ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കാം. ഞാൻ കണ്ട അറിവ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ജീവിതത്തിൽ പകർത്താൻ എനിക്കും നിങ്ങൾക്കും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഏതാണ് ആ 2 ഇസ്മുകൾ? യാ ലത്തീഫ് യാ അല്ലാഹ്, യാ കരീം യാ അല്ലാഹ്. അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽ
ഏറ്റവും മനോഹരമായ നാമങ്ങളിൽപ്പെട്ടതാണ്, ഇസ്മുകളിൽപ്പെട്ടതാണ് യാ ലത്തീഫ് യാ അല്ലാഹ്, യാ കരീം യാ അല്ലാഹ്. ഈ രണ്ട് ഇസ്മുകൾ, നാമങ്ങൾ ചേർത്തുള്ള പ്രാർത്ഥന വലിയ മഹത്വവും പ്രതിഫലവും അർഹിക്കുന്നതാണ് എന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. യാ ലത്തീഫ് യാ അല്ലാഹ്, യാ കരീം യാ അല്ലാഹ് എന്ന ഈ രണ്ട് ഇസ്മുകൾ ചേർത്തി പ്രാർത്ഥിക്കുന്നത് വലിയ മഹത്വവും പ്രതിഫലവുമുള്ള കാര്യമാണെന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. യാ ലത്തീഫ് യാ അല്ലാഹ് ആയ കാര്യങ്ങൾ അറിയുന്നവനും സൃഷ്ടികളോട് അതിരറ്റ കാരുണ്യവും ദയവും കാണിക്കുന്നവനുമാണവൻ. അള്ളാഹുവിൻ്റെ അദൃശ്യമായ സഹായവും സംരക്ഷണവും ലഭിക്കാനും പ്രയാസങ്ങൾ എളുപ്പമാകാനും ഈ നാമം ചൊല്ലി പ്രാർത്ഥിക്കാം. അള്ളാഹുവിൻ്റെ ഇസ്മിൽപ്പെട്ട യാ ലത്തീഫ് യാ അല്ലാഹ് എന്ന ഇസ്മ് സൂക്ഷ്മമായ കാര്യങ്ങൾ, ഏറ്റവും സൂക്ഷ്മമായ കാര്യങ്ങൾ അറിയുന്നവനും സൃഷ്ടികളോട് അതിരറ്റ കാരുണ്യവും ദയയും കാണിക്കുന്നവനുമാണവൻ. അള്ളാഹുവിൻ്റെ അദൃശ്യമായ സഹായം ലഭിക്കാനും സംരക്ഷണം ലഭിക്കാനും പ്രയാസങ്ങൾ എളുപ്പമാകാനും ഈ നാമം ചൊല്ലി പ്രാർത്ഥിക്കാവുന്നതാണ്. അതുപോലെ യാ കരീം യാ അല്ലാഹ്, ചോദിക്കുന്നവർക്ക് ആവശ്യത്തിലധികം നൽകി അനുഗ്രഹിക്കുന്നവനും ഔദാര്യം ചൊരിയുന്നവനുമായവൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഈ പേരുകൾ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് മനസ്സിന് ശാന്തി നൽകാനും വിഷമങ്ങൾ അകറ്റാനും അള്ളാഹുവിൻ്റെ സഹായം വേഗത്തിൽ ലഭിക്കുന്നതിനും സഹായിക്കുമെന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കുന്നു. യാ കരീമു യാ അല്ലാഹ് എന്ന ഇസ്മിൻ്റെ മഹത്വം ഈ രണ്ട് പേരുകൾ വിളിച്ചുകൊണ്ട്, യാ ലത്തീഫ് യാ അല്ലാഹ്, യാ കരീമു യാ അല്ലാഹ് എന്ന ഈ രണ്ട് ഇസ്മുകൾ വിളിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ മനസ്സിന് ശാന്തി നൽകുകയും വിഷമങ്ങൾ അകറ്റുകയും അള്ളാഹുവിൻ്റെ സഹായം വേഗത്തിൽ ലഭിക്കാനും സാധിക്കുമെന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കുന്നു. ഈ പ്രാർത്ഥനയുടെ മഹത്വം മനസ്സിലാക്കാൻ സഹായിക്കുന്ന ചില കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാൻ ഇതിൻ്റെ ഒന്ന്, കടങ്ങളും പ്രയാസങ്ങളും നീങ്ങാൻ; രണ്ട്, അദൃശ്യമായ സഹായങ്ങൾ ലഭിക്കാൻ ഈ രണ്ട് ഇസ്മുകൾ നമുക്ക് ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിച്ചാൽ ഈ രണ്ട് സഹായങ്ങളും സങ്കടങ്ങളും പ്രയാസങ്ങളും നീങ്ങിക്കിട്ടാൻ, അതുപോലെ അദൃശ്യമായ സഹായങ്ങൾ ലഭിക്കാനൊക്കെ കാരണമാകുമെന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഈ രണ്ട് ഇസ്മുകൾ ഞാൻ നിങ്ങൾക്ക് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക ഇൻഷാ അല്ലാഹ്. യാ ലത്തീഫ് യാ അല്ലാഹ്, യാ കരീം യാ അല്ലാഹ് എന്ന ഇസ്മുകൾ ധാരാളം ചൊല്ലുക. യാ ലത്തീഫ് യാ അല്ലാഹ് എന്നുള്ള സുബഹി നിസ്കാര ശേഷം 129 പ്രാവശ്യം നമ്മൾ പതിവാക്കുക. അതുപോലെ യാ ലത്തീഫ് യാ അല്ലാഹ്, യാ കരീം യാ അല്ലാഹ് എന്നുള്ളത് 100 പ്രാവശ്യം നമ്മൾ തഹജ്ജുദിൻ്റെ സമയത്ത് നിസ്കരിച്ചതിന് ശേഷം ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിച്ചാൽ പരീക്ഷയിൽ വിജയിക്കാനും പ്രയാസങ്ങൾ, കടങ്ങളൊക്കെ വീടാനൊക്കെ നമുക്ക് സഹായിക്കും. അല്ലാഹു സുബ്ഹാനഹു തആല ഇത് ചൊല്ലാനും ജീവിതത്തിൽ പകർത്താനും അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മറ്ററിവുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.